കൊച്ചിയിലെ വികസന പദ്ധതികൾ ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസ്. KLCA കൊച്ചി രൂപതയുടെ റീഗെയിൻ കൊച്ചിൻ ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കിയ വികസന രേഖ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി രൂപത ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KLCA കൊച്ചി രൂപത നടത്തിവരുന്ന റീഗെയിൻ കൊച്ചിൻ ക്യാമ്പയിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വികസന സമീപന രേഖ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് സമർപ്പിച്ചു. ഫോർട്ട് ഗാമ ഹെറിറ്റേജ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കൊച്ചി രൂപത ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് വികസന രേഖ MLAക്ക് കൈമാറിയത്. റീഗെയിൻ കൊച്ചിൻ ക്യാമ്പയിന്റെ ഔപചാരിക ഉദ്ഘാടനം ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒത്തിരിയേറെ ചർച്ച ചെയ്ത് സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതിയെടുത്ത കുറച്ച് പദ്ധതികളെയാണ് ഇന്ന് നമ്മുടെ MLAയുടെ മുമ്പിൽ റീഗെയിൻ കൊച്ചി എന്ന രീതിയിൽ നമ്മൾ സമർപ്പിക്കുക. ഞാൻ പറയും, നിങ്ങൾക്ക് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണണം, പിന്നെ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുമെങ്കിൽ അതിപ്പോൾ കിട്ടും, പിന്നീട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അനുയോജ്യമായിട്ടുള്ളൊരു സമയമായിട്ടാണ് നമ്മുടെ MLA ഷിയാസിന്റെ വരവോടുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത്തെ, ഷിയാസിന്റെ ചെറുപ്പം അതേപോലെ തന്നെ ചെറുപ്പം തന്നെയാണ് നമ്മുടെ MP ഹൈബീഡ്. ഇവർ രണ്ടുപേരെയും ചുറുചുറുക്കോടെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഈ മൂന്ന് പേരും തമ്മിലുള്ള കണക്ഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പോ കിട്ടിയില്ലെങ്കിൽ കൊച്ചിക്ക് ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. സമ്മേളനത്തിൽ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് അനുമോദനവും സ്വീകരണവും നൽകി. വികസന പദ്ധതികൾ ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് KLCA കൊച്ചി രൂപത നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, പൊതുനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ വികസന സ്വപ്ന പദ്ധതികൾ അത് നടപ്പിലാക്കാൻ കഴിയും. എല്ലാവരുടെയും കുമ്പളങ്ങിയെയും നമുക്ക് ഒരു മോഡൽ ടൂറിസം വില്ലേജ് ആക്കി ബാക്ക് വാട്ടർ ടൂറിസത്തെ കൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. വീട്ടിലിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് അവർക്ക് കൂടി സംരംഭകരായി മാറാനും അവർക്ക് വരുമാനം ലഭിക്കാനും കഴിയാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അനന്തമായ സാധ്യതകളാണ്. രൂപത പ്രസിഡന്റ് TA ഡാൽഫിൻ അധ്യക്ഷത വഹിച്ചു. എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും റോഡ് ഗതാഗതവും എല്ലാം സമ്മേളിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പേ മെട്രോ നഗരമായ ഒരു കൊച്ചിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോകും. സ്വാതന്ത്ര്യത്തിന് ശേഷം കൊച്ചി അതിൻ്റെ പ്രതാപം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ കൊച്ചിയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് റീഗെയിൻ കൊച്ചി എന്ന ക്യാപ്ഷനിലൂടെ KLCA കൊച്ചി രൂപത സമിതി ലക്ഷ്യമാണ്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ മുഖ്യാതിഥിയായി. കൊച്ചി എന്നുള്ള പേര് പോലും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും അർഹിക്കുന്ന പ്രാധാന്യം കൊച്ചി പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇടയ്ക്കെവിടെ വെച്ച് ഒന്ന് കൈവശം വന്നിട്ടുണ്ട്. അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊന്ന് തിരിച്ചെടുക്കുക എന്ന വലിയ ദൗത്യമാണ് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. കൊച്ചിക്ക് ഒരു വികസിത കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ കൊച്ചിയിലെ 28 ഡിവിഷനുകളിലും ചെല്ലാന പഞ്ചായത്ത് കുമ്പളങ്ങി പ്രദേശങ്ങളുമായിട്ട് തിങ്ങിപ്പാർക്കുന്ന നാനാജാതി മതസ്ഥർക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ജീവിത സൗകര്യങ്ങളുടെയും തൊഴിൽ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും തുല്യ നീതി ലഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട്, ജോയിന്റ് ഡയറക്ടർ പൈലി ആലുങ്കൽ, ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ, കൗൺസിലർ ഷൈനി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രൂപത വൈസ് പ്രസിഡന്റുമാരായ ബാബു കാളിപ്പറമ്പിൽ, സോണി പവേലിയിൽ എന്നിവർ വികസന സമീപന രേഖ അവതരിപ്പിച്ചു. രൂപത ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കോയിൽ പറമ്പിൽ, ട്രഷറർ ജോബ് പുളിക്കിൽ എന്നിവർ സംസാരിച്ചു. രൂപത ഭാരവാഹികളായ ലിനു തോമസ്, അലക്സാണ്ടർ ഷാജു, ജോഷി മുരിക്കുംതറ, സിന്ധു ജസറ്റസ്, സുനന്ദ ബോണി,
റിഡ്ജൻ റിബല്ലോ, സാബു കാനിക്കാപ്പള്ളി, ഹെൻസൻ പോത്തമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചേട്ടൻ എനിക്കിന്ന് പുതിയ ബാഗും കൂടെ എല്ലാം വാങ്ങിച്ചു. ഞാനോ? ചേട്ടനല്ലാതെ പിന്നെ ആരാ? അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Sri Narayana Hall, Chullikal, Kochi.